അമേരിക്ക പ്രഖ്യാപിച്ച വെടിനിർത്തൽ ഇറാൻ തള്ളുന്നു എന്നുള്ളതാണ്. മധു കൊട്ടാരക്കര നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മധു കൊട്ടാരക്കര, ഈ വെടിനിർത്തൽ സാധ്യമാകും, 24 മണിക്കൂറിനകം സമാധാനം ആ മേഖലയിൽ ഉണ്ടാകും, ഇരു രാജ്യങ്ങളെയും അഭിനന്ദിക്കുന്നു എന്നൊക്കെയായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ഇപ്പോഴിതാ ഇറാന്റെ പ്രതികരണമായി പുറത്തു വരുന്ന അങ്ങനെ യാതൊരു തരത്തിലുള്ള ധാരണയോ കരാറോ ഒന്നും രൂപപ്പെട്ടിട്ടില്ല. ഇസ്രായേൽ ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇങ്ങനെയൊരു സമാധാന നീക്കത്തിന് വഴങ്ങാൻ കഴിയില്ല എന്നുള്ള പ്രതികരണമാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. ഈ ട്രംപാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ താനാണ് ഈ പ്രശ്നങ്ങളൊക്കെ തീർക്കുന്നത് എന്നുള്ളൊരു അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രതികരണമായി അതിനെ കണ്ടാൽ മതിയോ മധു കൊട്ടാരക്കര? നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ട്രംപ് ഖത്തറിനോടാണ് ആവശ്യപ്പെട്ടത് ഇറാനുമായിട്ട് സംസാരിക്കുവാനും അവർ തത്വത്തിൽ ഈ ഒരു വെടിനിർത്തൽ ഈ അമേരിക്ക മുന്നോട്ട് വെച്ച ഈ പ്രപ്പോസൽ അംഗീകരിക്കുകയും ചെയ്തതായിട്ടാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് തന്നെ പേര് വെളിപ്പെടുത്താത്ത ചില ആൾക്കാർ ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളോട് പറഞ്ഞത്. ഒരുപക്ഷെ ഈ ഇസ്രയേൽ ഈ ആക്രമണം തുടരുന്ന സ്ഥിതിക്ക് അവർ ആ പറഞ്ഞ വാക്കിൽ നിന്ന് മാറിപ്പോയിരിക്കാം. അതുകൊണ്ട് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ടും സ്ഥിരീകരിക്കാത്ത ഒരു ഇൻഫർമേഷൻ ഇറാന്റെ ഭാഗത്തുനിന്ന് വരാത്തിടത്തോളം കാലം നമുക്കിതിനകത്തൊരു വ്യക്തമായ ഒരു സ്ഥിരീകരണം കൊടുക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണുള്ളത്. പക്ഷേ ഏതാനും മണിക്കൂറുകൾക്കകം ഇതിന് കൃത്യമായിട്ടുള്ള ഒരു സ്ഥിരീകരണം ഇറാന്റെ ഭാഗത്തു നിന്നും അതുപോലെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും വരും. ഇറാൻ മുമ്പ് തന്നെ പറയുന്നത്, അതായത് ഇറാന്റെ ഈ ന്യൂക്ലിയർ പ്ലാന്റ് അമേരിക്ക ആക്രമിക്കുന്നതിന് മുമ്പ് തന്നെ മുന്നോട്ട് വെച്ച നിർദ്ദേശം ആദ്യം ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കണം, അതുപോലെ ഇതുവരെ കാണിച്ചിട്ടുള്ള ആക്രമണത്തിന്റെ എല്ലാ ഉത്തരവാദിത്വം ഇസ്രായേൽ ഏറ്റെടുക്കണം എന്നീ 2 നിബന്ധനകളായിരുന്നു ഈ ആണവ ചർച്ചകൾക്ക് മുന്നോട്ട് വരാനായിട്ട് ഇറാൻ മുന്നോട്ട് വെച്ചത്. ഒരുപക്ഷെ സമാന രീതിയിലുള്ള ഒരു നിലപാടായിരിക്കാം ഇപ്പോൾ ഈ ഖത്തർ ഇടപെട്ട ഈ വെടിനിർത്തൽ ചർച്ചയ്ക്കും വിഘാതമായിട്ട് വന്നിരിക്കുന്നത്. റീജിത്ത്, ക്രിസ്റ്റീന. ശരി, മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ സയ്യിദ് അബ്ബാസ് അരാഗ്ചിയുടെ പോസ്റ്റിലാണ് ഇത്തരത്തിൽ ഒരു ധാരണ വന്നിട്ടില്ല എന്നൊരു പോസ്റ്റ് വരുന്നത്. ഇറാൻ പല പ്രാവശ്യം ഇത് വ്യക്തമായി പറഞ്ഞതാണ്. ഇസ്രയേലാണ് ഈ യുദ്ധം ആരംഭിച്ചത്, ഇറാൻ അല്ല. മറ്റൊന്ന് പറയുന്നത്, ഇത്തരത്തിൽ കേൾക്കുന്നത് പോലെ ഒരു എഗ്രിമെന്റ്, ഒരു ധാരണ ഉണ്ടായിട്ടില്ല ഇതുവരെ. അതേസമയം തന്നെ അവർ പറയുന്നു 4 AM ടെഹ്റാൻ ടൈം 4 മണി മുതൽ ഇസ്രായേൽ ആക്രമണം നടത്തുന്നില്ല, അതുകൊണ്ട് തന്നെ തിരിച്ചുള്ള ആക്രമണങ്ങളിലേക്ക് ഞങ്ങളും കടക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം താമസിയാതെ ഉണ്ടാകുമെന്നാണ് അരാഗ്ചിയുടെ പോസ്റ്റ് വ്യക്തമാക്കുന്നത്.